കടലഭ്യാസ പ്രകടനം നടത്തുകയാണ് ഇന്ത്യൻ നാവികസേന. INS സൂരത്തിന്റെ ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് പുറത്തു വന്നത്. ലക്ഷ്യം തകർക്കാൻ പായുന്ന മീഡിയം റേഞ്ച് മിസൈൽ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. അർജുൻ, നമ്മൾ എത്രത്തോളം സജ്ജമാണ്, ശക്തമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് നാവികസേന? തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു നാവിക പരിശീലനം, മിസൈൽ പരിശീലനം നടത്തുന്നു കറാച്ചി തീരത്ത് എന്നുള്ള വാർത്ത ഇന്ന് രാവിലെയാണ് പുറത്തു വന്നത്. അത്തരത്തിലുള്ള വിജ്ഞാപനം പാകിസ്ഥാൻ ഇന്ന് രാവിലെയാണ് പുറപ്പെടുവിച്ചത്. അതിന് പിന്നാലെ പരിശീലനം എന്നൊന്നും പ്രഖ്യാപിക്കാൻ നിന്നില്ല, പകരം നേരിട്ടത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് ഈ മിസൈൽ വിക്ഷേപം കൊണ്ട് നാവികസേന വ്യക്തമാക്കുന്നത്. MR SAM എന്ന് പറയുന്ന മിസൈലാണ്, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ. അത് തൊടുത്തിരിക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത INS സൂറത്ത് എന്ന് പറയുന്ന ഡിസ്ട്രോയൽ കപ്പലിൽ നിന്നും. ഈ INS സൂറത്ത് ഈ അടുത്തിടെയെല്ലാം മ്യാൻമറിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ച കപ്പലാണ്. ഈ MR SAM മിസൈലിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. ഇത് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ലക്ഷ്യം ഭേദിക്കാൻ സാധിക്കുന്ന ഒരു മിസൈലാണ്. അതായത് ശത്രുവിൻ്റെ റഡാറിൽ പെടാതെ നമ്മുടെ രാജ്യത്തിന് ഇത് തൊടുത്തു കഴിഞ്ഞാൽ ശത്രുവിൻ്റെ കപ്പലിലോ അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തോ പോയി ഭേദിക്കാൻ സാധിക്കും. അതിനുശേഷമായിരിക്കും ഇത് ട്രാക്ക് ചെയ്യാൻ, അതായത് മിസൈലുകളും വിമാനങ്ങളും ട്രാക്ക് ചെയ്യാനിരിക്കുന്ന ട്രാക്കർമാരും റഡാറുകൾ പോലും ഈ കാര്യം വ്യക്തമാവുകയുള്ളതാണ് ഈ MR SAMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു തരത്തിലും റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ഉപരിതലത്തിന് ഈ സർഫസിന് തൊട്ട് മുകളിലായി, അത് കടലിലൂടെ ആണെങ്കിലും അതല്ല കരയിലൂടെ ആണെങ്കിലും സർഫസിന് തൊട്ട് മുകളിലൂടെയായി പാഞ്ഞു പോയി ലക്ഷ്യം ഭേദിക്കാൻ സാധിക്കും. അതെല്ലാം മുകളിലോട്ട് പറക്കാനും സാധിക്കും. എന്തായാലും മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എന്ന് പറയുന്നു. കൃത്യമായിട്ടുള്ള ഒരു ദൂരത്തിൽ ലക്ഷ്യം കൃത്യമായി ഭേദിക്കാൻ സാധിക്കുന്ന മിസൈൽ തന്നെയാണ്. അത് INS സൂറത്തിൽ നിന്നും, അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു കപ്പലിൽ നിന്നും തൊടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാവികസേന എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി സർവ്വസജ്ജമായി നിൽക്കുന്നു എന്നുള്ളൊരു സന്ദേശം പാകിസ്ഥാന് നൽകാൻ വേണ്ടി കൂടെയാണ്. മറ്റു സുരക്ഷാ പാകിസ്ഥാനിൽ ചില സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടക്കാൻ പോകുന്നു, അവർ ചില അഭ്യാസം കാണിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ എല്ലാ മാധ്യമങ്ങളിലും വരുന്നുണ്ട്. അത്തരം വിവരങ്ങൾ നമുക്കും ഉള്ളതാണ്. അവിടെ ഈ അഭ്യാസ പ്രകടനം നടന്നോ, തുടങ്ങിയോ? അവിടെ ഉന്നതതല യോഗമൊക്കെ ചേരുന്നുണ്ടായിരുന്നല്ലോ. അതിന് മറുപടി എന്ന നിലയിലാണോ, അതിന് മുന്നറിയിപ്പ് എന്ന നിലയിലാണോ? അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ നാവികസേന ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട്? അർജുൻ, അതിനുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് നാവികസേന വ്യക്തമാക്കുന്നൊരു കാര്യം. ഇന്ത്യ സർവ്വസജ്ജമാണ്. ഇന്ത്യയുടെ സമുദ്രാതിർത്തി കാക്കാൻ വേണ്ടി എല്ലാം സജ്ജീകരിച്ചുകൊണ്ട് തയ്യാറെടുത്തുകൊണ്ട് നാവികസേന നിൽക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഈ ദൃശ്യം പുറത്തുവിട്ടുകൊണ്ട് ഇന്ത്യയുടെ നാവികസേന വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 3 മണി തൊട്ട് നാളെ വൈകിട്ട് 4 മണി വരെ കറാച്ചി തീരത്ത് നിലയുറപ്പിക്കുന്ന ഒരു പരിശീലന പരിപാടിയാണ്, അല്ലെങ്കിൽ ചടങ്ങാണ് പാകിസ്ഥാൻ ഇന്ന് രാവിലെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് പ്രഖ്യാപിച്ചത്. പക്ഷേ മിസൈൽ പരിശീലനത്തേക്ക് അവർ ഇതുവരെയും കടന്നിട്ടില്ല. മറിച്ച് അവിടെ കൂടുതൽ നാവികസേന കപ്പലുകളുടെ വിന്യാസമാണ് നിലവിൽ നിലയുറപ്പിച്ചിരിക്കുന്നതും. നാളെ വൈകിട്ട് 4 മണി വരെ അത് തുടരുമെന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. അതിനിടയിലായിരിക്കും ഈ മിസൈൽ പരിശീലനം. പക്ഷേ അതിനു മുന്നേ തന്നെ ഇന്ത്യ ഈ സ്ഥലം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും മിസൈൽ പരിശീലനം നടത്തി കാണിച്ചിരിക്കുന്നു. അതായത് തൊടുത്തുവിട്ട് കൃത്യമായി ഒരു ലക്ഷ്യം ഭേദിച്ചു, ആ ലക്ഷ്യം വിജയമായി എന്നുള്ള കാര്യം കൂടിയാണ് ഈ റിലീസിൽ എന്തായാലും നാവികസേന വ്യക്തമാക്കിയിരിക്കുന്നത്. സ്ഥലം പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ എല്ലാ സമുദ്രാതിർത്തികളും കാക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ എന്തായാലും ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് മേഖലയിൽ നിന്ന് നാവികസേന, അല്ലെങ്കിൽ ഈ വെള്ളത്തിലൂടെയോ കരയിലൂടെയോ അതോ ആകാശത്തിലൂടെയോ ഒരു പ്രത്യാക്രമണം വരിക എന്ന് അറിയാതെയാണ് എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത്. വലിയ രീതിയിൽ ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇന്ന് രാവിലെ ഉണ്ടായ സുരക്ഷാ വിന്യാസം, അതുപോലെ തന്നെ പരിശീലനം, ഇപ്പോൾ നടക്കുന്ന സുരക്ഷാ സമിതി യോഗം, ബദൽ മെഷേഴ്സ്, മാർഗങ്ങൾ അവർ ഇന്ത്യക്ക് എതിരെ നടത്താൻ വേണ്ടിയിട്ടുള്ള ആലോചന ഇപ്പോൾ വ്യോമാതിർത്തി അടയ്ക്കുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നുണ്ട്. അതെല്ലാം തന്നെ ആകെ പ്രതിരോധത്തിലായി നിൽക്കുന്നു പാകിസ്ഥാൻ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ചില സന്ദേശങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. മാത്രമല്ല അവർ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. ഇന്ത്യക്ക് ഒരു തിരിച്ചടി നൽകാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. എല്ലാ രാജ്യത്തിൻ്റെ പിന്തുണയും ഇന്ത്യക്കൊപ്പം നിലവിലുണ്ട്. അത്തരത്തിലുള്ള പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സർവ്വസജ്ജമായി ഒരു തിരിച്ചടി നൽകാൻ കെൽപ്പുള്ളൊരു രാഷ്ട്രം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. തിരിച്ചടികൾ ചരിത്രത്തിൽ ഒന്ന് പരതിയാൽ പാകിസ്ഥാന് മുന്നിൽ അനുഭവമായി ഉണ്ട്. ഇന്ത്യയുടെ സൈനിക ശക്തി എത്രത്തോളമാണ്
എന്നുള്ളതാണ്. ഇത്രത്തോളം നമ്മുടെ സൈനിക ശേഷി വർദ്ധിക്കുന്നതിന് മുൻപും 70-71 എങ്ങനെയാണ് നമ്മൾ തിരിച്ചടിച്ചത്, എങ്ങനെയാണ് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചത് എന്നത് വ്യക്തവുമാണ്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനും അവിടെ ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് പാകിസ്ഥാനിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രതിരോധ നടപടികൾ കടുപ്പിക്കുക എന്ന നിലയിലാണ് ഇന്ത്യയോടുള്ള പ്രതിരോധം. ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമയാന അതിർത്തി ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചേക്കും.